നമ്മളിങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മളെ റിസർവേഷൻ ബെനിഫിറ്റ് ഉറപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ പിന്നീട് പരിശോധിക്കുന്ന ഡോക്യുമെൻ്റാണ് കാറ്റഗറി ലിസ്റ്റ്. കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രൊവിഷണൽ ലിസ്റ്റായിട്ടും പിന്നീട് ഒരു മെയിൻ ലിസ്റ്റായിട്ടാണ് വരിക. പ്രൊവിഷണൽ ലിസ്റ്റിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ചിട്ടായിരിക്കും മെയിൻ ലിസ്റ്റ് വരിക. കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ റിസർവേഷൻ അർഹതപ്പെട്ട ഒരാളാണെങ്കിൽ, ഏതെങ്കിലും കാറ്റഗറിയിൽ റിസർവേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സാധാരണ ഒരു ജനറൽ കാൻഡിഡേറ്റ് ഓപ്ഷൻസ് തയ്യാറാക്കുന്നത് പോലെയല്ല കാറ്റഗറി റിസർവേഷനുള്ള ഒരു കാൻഡിഡേറ്റ് ഓപ്ഷൻസ് തയ്യാറാക്കേണ്ടത്. പലപ്പോഴും ജനറൽ കാൻഡിഡേറ്റിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കാറ്റഗറി ലിസ്റ്റിലുള്ള ഒരു കാൻഡിഡേറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും കോളേജും കോഴ്സും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് സമയം പോലെ അത് ഏർപ്പാടാക്കാം.